ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. സന്തോഷ് സേതുമാധവനാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരു കൈക്കുമ്പിളോളം പോന്ന യുറേനിയത്തിൽ നിന്ന് പുറത്തു വന്ന വലിയ എമൗണ്ട് ഓഫ് എനർജിയാണ് ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ ചുട്ട് ചാമ്പലാക്കിയത്. ആറ്റം ബോംബ്, നമ്മൾ ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ വിളിക്കുന്ന സർവ്വ വിനാശകാരിയായിട്ടുള്ള ആണവായുധം എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് ഇത്രയും വലിയ എമൗണ്ട് ഓഫ് എനർജി പുറത്തു വരുന്നത്? ആ എനർജി പുറത്തു വരാൻ കാരണമായ സമവാക്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഐൻസ്റ്റീൻ്റെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രലോകത്തെ തന്നെ ഏറ്റവും വലിയ സമവാക്യങ്ങളിൽ ഒന്ന്. അതിൻ്റെ വലിപ്പം കൊണ്ടല്ല, അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് കൊണ്ടാണ് ആ സമവാക്യം ഏറ്റവും വലുതായിട്ട് മാറുന്നത്. E = mc². എം മാസുള്ള ഒരു വസ്തുവിൽ നിന്ന് ഈ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാക്കിയെടുക്കാം. ആ എനർജി എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അതിൽ ആ ഇക്വേഷൻ്റെ അവസാനം എഴുതിയ c² വലിപ്പം കണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നമ്പറാണ്. അത്രയും വലിയ എമൗണ്ട് ഓഫ് എനർജി എം മാസുള്ള ഒരു വസ്തുവിൽ നിന്ന് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഐൻസ്റ്റീൻ്റെ ആ സമവാക്യം ഉപയോഗിച്ചാണ് ആണവോർജം നിർമ്മിക്കപ്പെട്ടത്, ആറ്റം ബോംബും നിർമ്മിക്കപ്പെട്ടത്. ഒരു സൈഡിൽ മനുഷ്യന് ഉപകാരപ്രദമായ വസ്തുവാണെങ്കിൽ, ടെക്നോളജി ആണെങ്കിൽ, മറു സൈഡിൽ മനുഷ്യ കുലത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആറ്റം ബോംബായിട്ട് മാറിയതും സയൻസിലെ ഈ ഒരു അത്ഭുത സമവാക്യമാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് HSST പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന, HSST സയൻസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരാവുന്ന ചോദ്യം എന്നുള്ള രീതിയിൽ നമ്മൾ മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി, ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസിൽ ന്യൂക്ലിയോണുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ബൈൻഡിങ് എനർജി, ആ ബൈൻഡിങ് എനർജിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിലൂടെയാണ് നമ്മളതിലേക്ക് പോകുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എല്ലാവരും ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഫോർ ഹീലിയം-4. ഹീലിയം-4ൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കാണാനാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് മാസ് ഓഫ് ഹീലിയം-4 തന്നിട്ടുണ്ട്. ഹീലിയം-4ൻ്റെ മാസ് 4.002603 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. AMUലാണ് തന്നിരിക്കുന്നത്. ഹീലിയത്തിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്. ഹീലിയം-4 ഐസോട്ടോപ്പാണ്. ഹീലിയം-4 എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഹീലിയം-24. ഇതാണ് ഹീലിയം-4. നമുക്കറിയാം 2 അറ്റോമിക് നമ്പർ, 4 മാസ് നമ്പർ, 2 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 2 ഇലക്ട്രോൺ. ഇതാണ് ഹീലിയത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഹീലിയത്തിൻ്റെ ഗിവൺ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കാണാനാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇത് കാണാനായിട്ട് ചില ബേസിക് കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് ബൈൻഡിങ് എനർജി, എന്താണ് മാസ് ഡിഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായി ആദ്യം കമ്പോസിഷൻ ഓഫ് മാറ്റർ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. കമ്പോസിഷൻ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ആറ്റംസ് ആണ്. ആറ്റത്തിനകത്തുള്ള മാറ്റർ, സബറ്റോമിക് പാർട്ടിക്കിൾസ്. ആ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മാസും ചാർജും എപ്പോഴും പല ക്വസ്റ്റ്യൻസിലും പല ഏരിയ ഓഫ് സയൻസിലും നമുക്ക് ആവശ്യം വരുന്നതാണ്. ഈ ഇലക്ട്രോണിൻ്റെയൊക്കെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ നേരിടുന്ന സമയത്ത് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില വാല്യൂസാണ്. ഇതൊക്കെ എഴുതി ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, നിരന്തരം ഇത് കണ്ട് മനസ്സിൽ നിൽക്കാൻ വേണ്ടി. ഇപ്പം നമുക്കിതിനകത്ത് വേണ്ടത് ചാർജ് നമുക്ക് എന്തായാലും വേണം. ചാർജ് നമുക്ക് അറിയുന്ന ഒരു വാല്യൂ ആണ് പലപ്പോഴും 1.6 × 10⁻⁻⁹ കൂളംബ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. അത് തന്നെ പ്ലസ് ആണെങ്കിൽ ചാർജ് ഓഫ് പ്രോട്ടോൺ. ന്യൂട്രോണിന് ചാർജ് ഇല്ലാന്ന് നമുക്കറിയാം. ഇതിൽ ഈ മാസ് നോക്കുക, 3 പേരുടെ മാസ് നോക്കി.
9.11 × 10⁻31 ഇലക്ട്രോണിൻ്റെ മാസ്, 1.673 × 10⁻27 പ്രോട്ടോണിൻ്റെ മാസ്, ന്യൂട്രോണിന് 1.675, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ന്യൂട്രോണിൻ്റെ മാസ് പ്രോട്ടോണിനേക്കാൾ ചെറിയ വ്യത്യാസമാണുള്ളത്. ന്യൂട്രോണിനാണ് ഏറ്റവും മാസ് കൂടുതൽ ആറ്റത്തിനകത്ത് നമുക്കറിയാം. ഇത് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കിലോഗ്രാമിൽ തന്നതുകൊണ്ടാണ് -31, -27, -27 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. ഒരു ആറ്റത്തിൻ്റെ മാസ് തന്നെ വളരെ കുറവാണ്. ആ ആറ്റത്തിനകത്തുള്ള ആളുകളുടെ മാസാണിത്. അപ്പോൾ കിലോഗ്രാമിൽ പറയുമ്പോൾ പ്രാക്ടിക്കലി ഉള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ 1 കിലോഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും അല്ലേ? കാരണം നമുക്കത് കണ്ടു പരിചയമുള്ളതാണ്, കടയിൽ പോയി വാങ്ങി പരിചയമുള്ളതാണ്. പക്ഷേ ഈ 10⁻27 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സങ്കല്പിക്കാനും പറ്റാത്ത ഇംപ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് രീതിയാണ്. അതുകൊണ്ടാണ് കിലോഗ്രാം ഒക്കെ ഒഴിവാക്കിയിട്ട്, കിലോഗ്രാം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തുക്കളെ, മാക്രോ ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ പാർട്ടിക്കിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് AMU എന്ന് പറയുന്ന യൂണിറ്റൊക്കെ കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ AMUവിൽ ഈ പറയുന്ന ആളുകളുടെ മാസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. AMU അറ്റോമിക് മാസ് യൂണിറ്റ് ഡെഫിനിഷനൊക്കെ പണ്ട് സ്കൂളിൽ നമ്മൾ പഠിച്ചതാണ്. കാർബൺ 12ൻ്റെ മാസിൻ്റെ 1/12 ആണ് ഒരു AMU. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്, ശരിയല്ലേ? കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 ആണ് ഒരു AMU. കാരണം കാർബൺ 12ൻ്റെ മാസ് 12 ആണ്, എക്സാക്ട്ലി 12 AMU ആണ്. ഇതിൻ്റെ 1/12 എന്ന് പറയുമ്പോൾ 1 AMU നമുക്ക് കിട്ടും. ദാറ്റ് 1 AMU കിലോഗ്രാമിലേക്ക് മാറ്റിയപ്പോൾ എത്രയാണ് നോക്കി? 1.66 × 10⁻27 കിലോഗ്രാം. വളരെ ചെറുതാണ്. ഒരു AMU ചുരുക്കി എഴുതുമ്പോൾ ഒരു U എന്ന് എഴുതും. 1 യൂണിറ്റ് മാസ് 1.66 × 10⁻27 കിലോഗ്രാം. കിലോഗ്രാമിൽ പറയുമ്പോൾ വളരെ ചെറിയ വാല്യൂ ആണ്. ഇതിനെയാണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ AMUവിൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഈ 3 പേരുടെയും മാസം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. AMUവിൽ നോക്കുന്ന സമയത്ത് പ്രോട്ടോൺ 1.007276, ന്യൂട്രോൺ 1.008665. ചെറിയ വേരിയേഷനാണുള്ളത്, 1ന് തൊട്ട് മുകളിൽ 2 പേരും. ന്യൂട്രോൺ ആണ് കൂടുതൽ. ഇലക്ട്രോൺ നോക്കി 0.00055, വളരെ വളരെ കുറവാണ്. ബാക്കി 2 പേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ മാസാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഇനി ഒരാളുടെയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മാസ് നോക്കൂ, 1.007825. എന്തിനാണ് ഹൈഡ്രജനെ നമ്മൾ മാസ് പഠിക്കുന്നത് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് കാൽക്കുലേഷൻ്റെ സമയത്ത് വ്യക്തമായിട്ട് പറയാം. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത് ഒരു പ്രോട്ടോണും ചുറ്റും ഒരു ഇലക്ട്രോണും അല്ലേ? പണ്ട് മുതലേ നമ്മുടെ ഒരു സങ്കല്പം ഇങ്ങനെയാണ്. ഹൈഡ്രജൻ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ചേർന്നതാണ് ഹൈഡ്രജൻ്റെ മാസ് വരിക. 1.007825. നോക്കിയേ, ഇത് പ്രോട്ടോൺ 1.007276. ഇതിൻ്റെ കൂടെ ഈ ഒരു 0.00055 കൂടെ ചേർന്നപ്പോൾ കിട്ടിയതാണ് ഇത് 1.007825 എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായോ? അപ്പോൾ ആ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടോണിൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടെ ഉണ്ട് എന്ന് മനസ്സിലുണ്ടാവുക. അപ്പോൾ ഈ AMUവിലുള്ള മാസ് ആണ് കാൽക്കുലേഷന് പലപ്പോഴും നമുക്ക് ആവശ്യം വരിക. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണല്ലോ നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ AMUവിലാണ് ആരുടെ മാസ് തന്നിരിക്കുന്നത്? ഹീലിയത്തിൻ്റെ മാസ് തന്നിരിക്കുന്നത്. ഈ ഹീലിയത്തിൻ്റെ മാസ് തന്നിട്ടുണ്ട് AMUവിൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അത് കാണാനുള്ള മാർഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ AMUവിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മാസ് മനസ്സിലാക്കി. അടുത്ത ഒരു ടേം നമ്മൾ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മാസിനെ എങ്ങനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ, അതിനെ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം ചെയ്യാൻ പാകത്തിൽ നമ്മളൊന്ന് പഠിക്കുമ്പോൾ E = mc², അതെല്ലാവർക്കും അറിയാം. C എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്, അതും നമുക്കറിയാം. ഇതിനകത്ത് തന്നെ M എന്ന് പറയുന്ന മാസ് കിലോഗ്രാമിലും C മീറ്റർ/സെക്കൻഡിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജിയുടെ ആൻസർ, എനർജി നമുക്ക് ജൂളിൽ കിട്ടും. അങ്ങനെ എത്രയാണോ നമ്മൾ മാസ് എടുക്കുന്നത് ആ മാസ് ഇവിടെ കൊടുത്തിട്ട് സിയുടെ വാല്യൂ നമ്മൾ മീറ്റർ/സെക്കൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി വിൽ ബി ഗിവൺ ഇൻ ജൂൾ. അതായത് മാസ് കിലോഗ്രാമിലും വെലോസിറ്റി മീറ്റർ/സെക്കൻഡിലും ആണെങ്കിലാണ് നമുക്ക് ജൂളിൽ ആൻസർ കിട്ടുക. നമ്മൾ ചെറിയ പാർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു കിലോഗ്രാമിൽ പറയുന്നതിനേക്കാൾ നമുക്ക് AMUവിൽ പറയുന്നതാണ് നല്ലത്. അതിനാണ് നമ്മൾ AMU പഠിച്ചത്.
അപ്പോൾ നമ്മൾ മാസ് കിലോഗ്രാമിൽ പറയുന്നത് ഒഴിവാക്കിയിട്ട് മറ്റൊരു രീതിയിൽ പറയാൻ നമ്മൾ പഠിക്കണം, AMUവിൽ പറയണം. അങ്ങനെ AMUവിൽ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, എനർജിയുടെ ആൻസർ, എനർജി ജൂളിലല്ല മറ്റൊരു യൂണിറ്റിലാണ് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. ജൂളിൽ ആൻസറൊക്കെ കിട്ടും. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ജൂളിൽ ആൻസർ വേണമെങ്കിൽ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെറിയ പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ആറ്റങ്ങളുടെയൊക്കെ മാസൊക്കെ എടുത്തിട്ട് അത് വെച്ച് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് EV ആണ്. EV ശ്രദ്ധിച്ച്, ഇലക്ട്രോൺ വോൾട്ടാണ്. എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. MEV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ആദ്യം നമുക്ക് ഈ ഇലക്ട്രോൺ വോൾട്ട് എന്താണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന കൺസെപ്റ്റിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ഇലക്ട്രോൺ വോൾട്ട്, EV, ഇതെങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം നമുക്ക്. ഇതിനകത്ത് വോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടല്ലോ, വോൾട്ട്. ഇത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് പെർ ചാർജ്. ഇതാണ് ബേസിക് ഇക്വേഷൻ. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജിനാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ ഞാനൊന്ന് മാറ്റി എഴുതുമ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ചാർജ് എന്ന് കിട്ടും. ശരിയല്ലേ? വോൾട്ടേജ് ഇൻറ്റു ചാർജ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ചാർജ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് തന്നെയാണ് എനർജി. വർക്ക് തന്നെയാണ് എനർജി. വർക്ക് എനർജി തിയറം അനുസരിച്ചിട്ട് ഒരു ബോഡിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എനർജി സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വർക്ക് തന്നെയാണ് എനർജി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എനർജി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ചാർജ് എന്ന് എഴുതാം. ചാർജിന് Q എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ചാർജ് ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഈ ചാർജ് എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Q മാറ്റി നമുക്ക് E എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഒരു വോൾട്ടേജ് ഇൻറ്റു ഒരു ചാർജ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എനർജി കിട്ടും. ഇത് ഞാനൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം. ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു. ഈ ഇലക്ട്രോണിന് രണ്ട് സൈഡിൽ നിന്ന് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലത്തേക്ക് രണ്ട് സൈഡിൽ നിന്ന് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. വോൾട്ടേജ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലിലും ഇങ്ങനെ കൊടുക്കും. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 1 വോൾട്ട് ഈസ് അപ്ലൈഡ് ടു ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അവിടുന്ന് മൂവ് ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനർജി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു Q. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട് അല്ലേ? സോ 1 ഇൻറ്റു Q എത്രയാണ്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1 ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻⁹. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. എനർജി ഇത്രയും എനർജി എന്ന് കിട്ടും. ഒരു ഇലക്ട്രോണിന് 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എത്രയാണ്? അല്ലെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജി എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁹ ജൂൾ. ഈ 1.6 ഇൻറ്റു 10⁻⁹ ജൂളിനെ വിളിക്കുന്ന പേരാണ് EV. ഈ വാല്യൂ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 1 EV. അപ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁹. ഈ വാല്യൂവിൻ്റെ കൂടെ എനർജിയുടെ യൂണിറ്റായ ജൂൾ എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 1 EV. ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁹ ജൂളാണ്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യമായ എനർജി. അപ്പോൾ EV എന്ന് പറയുന്നത് എന്താ അളക്കാനുള്ള യൂണിറ്റാണ്? എനർജി അളക്കാനുള്ള യൂണിറ്റാണ്. ചെറിയ എമൗണ്ട് ഓഫ് എനർജിയാണ്. ചെറിയ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ എമൗണ്ട് ഓഫ് എനർജി. ചെറിയ പാർട്ടിക്കിൾസിൻ്റെ മാസ് പറയാൻ AMU ഉപയോഗിക്കുന്നത് പോലെ ചെറിയ പാർട്ടിക്കിൾസിൻ്റെ എനർജി പറയാൻ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? EV ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജൂളിൽ നിന്ന് EVയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഇക്വേഷനാണ് മനസ്സിൽ വരേണ്ടത്. 1.6 ഇൻറ്റു 10⁻⁹ ജൂൾ ഈസ് ഈക്വൽ ടു 1 EV. ഒരു EV ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ E ഈസ് ഈക്വൽ ടു mc². ഈ ഇക്വേഷനിൽ മാസ് നമ്മൾ എടുക്കുന്നത് ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. 1 U. ഒരു യൂണിറ്റ് മാസ്, ഒരു AMU. ഒരു AMU മാസ് എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. E ഈസ് ഈക്വൽ ടു mc². എമ്മിന് പകരം ഒരു U കൊടുക്കുന്നു. c² ഇവിടെ ഉണ്ട്.
ഒരു യു എന്ന് പറയുന്നത്, ഒരു AMU എന്ന് പറയുന്നത് എത്രയാണെന്ന് നേരത്തെ നമ്മൾ എഴുതിയിരുന്നു. 1.66 × 10⁻27 കിലോഗ്രാം ആണ് ഒരു AMU. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതി. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഹോൾ സ്ക്വയർ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 1.49 × 10⁻10 ജൂളാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് ജൂളിലാണ്, ഈ എനർജി ജൂളിലാണ്. ഇതിനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, EVയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ഒരു EV എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 1.6 × 10⁻19 ജൂളാണ്. അപ്പോൾ ഇതിനെ 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് EVയിലേക്ക് കൺവേർട്ടായി. അതാണ് ഇത്. എത്രയാണ്? 931.5 MeV. 931.5 × 10⁻6 EV. ഇതാണ് 931.5 MeV, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ ഈസ് 10⁻6. ഐഡിയ മനസ്സിലായോ? എന്ത് മനസ്സിലാക്കുക? ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും. ഇതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഓക്കെ, ഇക്വേഷൻ അനുസരിച്ച് E = mc². ഇതിൽ m എന്നുള്ളത് ഒരു യൂണിറ്റ് ആയാൽ E = 1 × c², പിന്നെ c² മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ആ കിട്ടുന്ന എനർജി E c² ആയിട്ട് മാറും. E = c² ആയിട്ട് മാറും. കിട്ടുന്ന എനർജി എത്രയാണ്? 931.5 MeV. സോ 931.5 MeV ഈസ് c². c²ൻ്റെ വാല്യൂ ആണ് 931.5 MeV പെർ യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസിന് മാസ് കൂടിയാലോ 2 യൂണിറ്റ് മാസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. 2 × 931.5. 3 യൂണിറ്റ് മാസ് വന്നാലോ 3 × 931.5. അങ്ങനെയാണെങ്കിൽ കാർബൺ 12നെ മുഴുവനായിട്ട് എനർജിയാക്കി മാറ്റിയാൽ എത്ര എനർജി കിട്ടുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? കാർബൺ 12ൻ്റെ മാസ് 12 12 × 931.5 MeV. അത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഐഡിയ മനസ്സിലായോ? അപ്പോൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ജൂൾ ഒഴിവാക്കി നമ്മൾ ഏതിലേക്ക് വരുന്നു? MeVയിലേക്ക് വരുന്നു. എന്നിട്ട് എന്താ മനസ്സിലാക്കുന്നത്? ഒരു യൂണിറ്റ്, ഒരു AMU മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 931.5 MeV ഓഫ് എനർജി. ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് വേണം നമുക്ക് നേരത്തെ പറഞ്ഞ മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും ഒക്കെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യുവാണ്. വാട്ട് ഈസ് ദ റെസ്റ്റ് മാസ് എനർജി ഓഫ് പ്രോട്ടോൺ? എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി എത്ര എന്നാണ് ചോദ്യം. റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ സാധാരണ രീതിയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് പ്രോട്ടോണിൻ്റെ മാസ് എഴുതാറില്ലേ? ആ മാസാണ് പ്രോട്ടോണിൻ്റെ റെസ്റ്റ് മാസ്. പ്രോട്ടോണിൻ്റെ നോർമൽ മാസ് അതിനെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് മാസ് എനർജി കിട്ടി. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിക്കുക. ഏതാ? E = mc². ഇതിൽ നമ്മൾ പറഞ്ഞു c² സ്ഥാനത്ത് 931.5 MeV കൊടുത്താൽ മതി. എമ്മിൻ്റെ സ്ഥാനത്ത് പ്രോട്ടോണിൻ്റെ മാസ് നേരിട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ച പ്രോട്ടോണിൻ്റെ മാസ് 1.00726 × 931 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. നോക്കി, അപ്പോൾ ഇവിടെ നമ്മൾ വേറെ വലിയ 3 × 10⁸ എടുത്തിട്ട് സ്ക്വയർ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ വരുന്നില്ല. നേരെ AMUയിൽ ഉള്ള വാല്യൂ കൊടുക്കുന്നു, MeVയിലുള്ള വാല്യൂ കൊടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ MeVയിലാണ്. ഓക്കെ, കാരണം ഇതെന്താ? MeV പെർ യൂണിറ്റ് ആണ്. 931.5 MeV പെർ 1 യൂണിറ്റ് ആണ്. ഇൻറ്റു ഇത്രയും യൂണിറ്റ് ആൻസർ ഇങ്ങനെ വരുന്നു. ഓക്കെ അല്ലേ? ഇതേ ചോദ്യം ന്യൂട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി ചോദിച്ചാൽ ഇങ്ങനെ കിട്ടും. എങ്ങനെയാണ്? ന്യൂട്രോണിൻ്റെ മാസ് × 931.5, ഇലക്ട്രോണിൻ്റെ മാസ് × 931.5 ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി. ഇതൊക്കെ ചോദ്യം വരാം. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് കിട്ടിയാൽ, AMUയിൽ കിട്ടിയാൽ, അഥവാ AMUയിൽ അല്ലെങ്കിൽ AMUയിലേക്ക് കൺവേർട്ട് ചെയ്യാം. AMUയിൽ എടുത്തിട്ട് അതിനെ 931.5 കൊണ്ട് സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ MeVയിലുള്ള എനർജി കിട്ടും. ഐഡിയ ക്ലിയർ അല്ലേ? ശരി, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽപ്പുണ്ട്, അത് ആൻസർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടുന്ന് മാസ് ഡിഫക്റ്റ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു. മാസ് ഡിഫക്റ്റ് ഒന്ന് ഡെഫിനേഷൻ വായിച്ചു നോക്കി. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റെസ്റ്റ് മാസ് ഓഫ് എ ന്യൂക്ലിയസ് ആൻഡ് ദ സം ഓഫ് ദ റെസ്റ്റ് മാസസ് ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യുവൻറ്റ് ന്യൂക്ലിയോൺസ്. മാസ് ഡിഫക്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇപ്പോൾ നമ്മൾ ഹീലിയത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്, ഹീലിയത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കാം. ഹീലിയം 2, 4, ന്യൂക്ലിയോൺസ് എത്ര പേരാ? 4 പേരാ.
ന്യൂക്ലിയസിനകത്ത് 4 പേരാ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. ഈ 4 പേര് നോക്കുക, ഈ 4 പേരാണ് ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഇതിൽ 2 പേര് പ്രോട്ടോൺ, 2 പേര് ന്യൂട്രോൺ. ഇവരിങ്ങനെ കമ്പൈൻ ചെയ്ത് നിൽക്കുക. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ 4 പേരുടെ ഇൻഡിവിജ്വൽ മാസ്, അതായത് 2 പ്രോട്ടോണിൻ്റെയും 2 ന്യൂട്രോണിൻ്റെയും ഇൻഡിവിജ്വൽ മാസ്, അപ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു 2, മാസ് ഓഫ് ന്യൂട്രോൺ ഇൻറ്റു 2 കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ മാസ് കിട്ടില്ലേ? ഇൻഡിവിജ്വലി ഓരോരുത്തരുടെയും മാസ് എടുത്ത് 4 പേരുടെയും മാസ് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ടോട്ടൽ മാസ് കിട്ടില്ലേ? ഇനി ഈ ന്യൂക്ലിയസ് മൊത്തം മാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഒരു മാസ് കിട്ടും, ടോട്ടൽ ന്യൂക്ലിയസിൻ്റെ ഒരു മാസ് കിട്ടും. സാധാരണ രീതിയിൽ ഈ 4 പേരും ചേർന്ന് ഈ മാസ് ഉണ്ടാവുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? 4 പേരുടെ മാസും ന്യൂക്ലിയസിൻ്റെ മാസും ഈക്വൽ ആവണ്ടേ? പക്ഷേ ഈക്വൽ ആവുന്നില്ല. എന്തുകൊണ്ട് ഈക്വൽ ആവുന്നില്ല? ഈ 4 പേരെയും ചേർത്ത് പിടിച്ചു നിർത്താൻ ഒരു എനർജി വേണം. അതിന് പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി. ആ ബൈൻഡിങ് എനർജി കിട്ടുന്നത് ഈ 4 പേര് ചേർന്ന് ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന മാസ് ഡിഫക്റ്റിൽ നിന്നാണ്. മാസ് ഇച്ചിരി കുറയും. ആ കുറഞ്ഞ മാസ്, ആ നഷ്ടപ്പെടുന്ന മാസ് ഉണ്ടല്ലോ, ആ മാസ് എനർജി ആയിട്ട് മാറി ആ എനർജിയാണ് ഈ 4 പേരെ കമ്പൈൻ ചെയ്ത് പിടിച്ചു നിർത്തുന്നത്. ഇതാണ് ബൈൻഡിങ് എനർജിയുടെ കൺസെപ്റ്റ്. അപ്പോൾ മാസ് ഡിഫക്റ്റ് എവിടുന്ന് വന്നു? ബൈൻഡിങ് എനർജി ആയിട്ട് മാറി. ആ മാസ് ഡിഫക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഈ 4 പേരുടെ ടോട്ടൽ മാസ് കണ്ടതിൽ നിന്ന് ന്യൂക്ലിയസിൻ്റെ മാസ് മൈനസ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഇൻഡിവിജ്വൽ മാസസ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ കിട്ടും. ടോട്ടൽ മൈനസ് ന്യൂക്ലിയസിൻ്റെ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഡിഫക്റ്റ് കിട്ടും. എല്ലാം AMUവിൽ എടുത്തു കഴിഞ്ഞാൽ AMUവിലാണ് മാസ് ഡിഫക്റ്റ് കിട്ടുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാം. മാസ് ഡിഫക്റ്റ് കിട്ടിയാൽ ബൈൻഡിങ് എനർജി കാണാൻ പറ്റില്ലേ? ബൈൻഡിങ് എനർജി എങ്ങനെയാണ് ബൈൻഡിങ് എനർജി കാണുക? സിമ്പിളായിട്ട് അപ്പോൾ എങ്ങനെ കാണാം? mc² ഉപയോഗിക്കാം. മാസ് ഡിഫക്റ്റ് ഇൻറ്റു c². ഇവിടെ c² എന്തെടുത്താൽ മതി? 931.5 MeV എടുത്താൽ മതി. അപ്പോൾ എക്സാമിനേഷനൊക്കെ വരുന്ന സമയത്ത് ഇതാ നമുക്ക് എളുപ്പമുള്ള പരിപാടി. മാസ് ഡിഫക്റ്റ് കാണുന്നു, 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസറിലേക്ക് പോകുന്നു. പലപ്പോഴും ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ആൻസർ കിട്ടും. ഏകദേശം എത്ര വരാൻ ആ ഓപ്ഷനിൽ നോക്കി തന്നെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ ബൈൻഡിങ് എനർജി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് എ ന്യൂക്ലിയസ് ഇൻ ടു ഇറ്റ്സ് കൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹീലിയത്തിൻ്റെ 4 പേര് ചേർന്നിരിക്കുന്നു. ഇവരെ ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്നതാണ് ബൈൻഡിങ് എനർജി. അതേ എനർജി തന്നെ വേണം ഈ ന്യൂക്ലിയസിനെ തകർത്ത് 4 സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റാൻ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന എനർജി തന്നെയാണ്. അത്രയും എനർജി പുറത്തുനിന്ന് കൊടുത്താലാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ mdc², മാസ് ഡിഫക്റ്റ് ഇൻറ്റു c². മാസ് ഡിഫക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ മാസൊക്കെ ആഡ് ചെയ്തിട്ട് ന്യൂക്ലിയസിൻ്റെ മാസ് അതിൽ നിന്ന് കുറയ്ക്കുക. ഐഡിയ മനസ്സിലായോ? ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകണം. പക്ഷേ നമുക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ ബൈൻഡിങ് എനർജി എന്ന് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. പെർ ന്യൂക്ലിയോൺ വളരെ സിമ്പിളാണ്. എത്ര ന്യൂക്ലിയോൺ ഉണ്ട് നോക്കിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ന്യൂക്ലിയസിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? തന്നിരിക്കുന്നത് ഹീലിയം ആണ്. ഹീലിയത്തിലെ അറ്റോമിക് നമ്പർ 2ഉം മാസ് നമ്പർ 4ഉം. മാസ് നമ്പർ 4 എന്ന് പറയുമ്പോൾ 4 ന്യൂക്ലിയോൺസ്, 2 ന്യൂട്രോൺ 2 പ്രോട്ടോൺ നമുക്കറിയാം. സോ എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. EB മൈനസ് ഇവിടെ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 4 വരും. 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ ന്യൂക്ലിയോൺ എത്ര ബൈൻഡിങ് എനർജി എന്ന് കിട്ടും. ഇറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം. നമ്മൾ ചിലപ്പോൾ ഒറ്റ വായനയിൽ ബൈൻഡിങ് എനർജി എന്ന് മാത്രം വായിച്ചു പോകും. ബൈൻഡിങ് എനർജി കണ്ടാൽ പോരാ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട്. പലപ്പോഴും ഫോർമുലാസ് നമ്മൾ പഠിക്കുമ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പല ആളുകളുടെ ഒരു രീതിയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ നേരത്ത് ഇതുപോലൊരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫോർമുല എടുത്തിട്ട് വായിച്ച് ഇങ്ങനെ കാണാതെ പഠിക്കും നമ്മളൊരു സൈഡിൽ നിന്ന്. അപ്പോൾ ഫോർമുലകൾ കുറേ എണ്ണമാവുമ്പോൾ പലപ്പോഴും മറന്നു പോവും, മാറിപ്പോവും. പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ മറന്നു പോവും. അതുകൊണ്ട് ഫോർമുലയായിട്ടൊന്നും പഠിക്കേണ്ട.
കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മാസ് ഡിഫക്റ്റ് കണ്ട്, എങ്ങനെ ബൈൻഡിങ് എനർജി കണ്ട്, എങ്ങനെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കാണാം എന്ന് മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കിയാലോ. ഫൈൻഡ് ദ മാസ് ഡിഫക്റ്റ് ഫോർ ദ ന്യൂക്ലിയസ് ഓഫ് ഹീലിയം 4. ഹീലിയം 4ൻ്റെ മാസും തന്നിട്ടുണ്ട്. ഇവിടെ ഹീലിയം ആറ്റത്തിൻ്റെ മൊത്തം മാസാണ് തന്നിരിക്കുന്നത് 4.002603 യൂണിറ്റ് AMU എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാസ് ഡിഫക്റ്റ് ആണ് ആദ്യം കാണേണ്ടത്. അതിന് 2 ന്യൂട്രോണും 2 പ്രോട്ടോണും ഉണ്ടെന്നറിയാം. അപ്പോൾ 2 പ്രോട്ടോൺ ടോട്ടൽ മാസ് കാണാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 2 ഇൻറ്റു ഈ എഴുതിയിരിക്കുന്ന മാസ് നോക്കുക, 1.007825. ഇത് പ്രോട്ടോണിൻ്റെ മാസ് അല്ല എഴുതിയിരിക്കുന്നത് ഹൈഡ്രജൻ്റെ മാസ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രോട്ടോണിൻ്റെ മാസിന് പകരം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഉപയോഗിക്കും. അതെന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? എല്ലാ സ്ഥലത്തൊന്നും ഉപയോഗിച്ചുകൂടാ. എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? കാരണം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും വരും. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോണും അതിന് ചുറ്റുമുള്ള ഒരു ഇലക്ട്രോണുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന മാസാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും കൂടെ ചേർന്ന മാസാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ന്യൂട്രോണിൻ്റെ മാസ് 2 ഇൻറ്റു ന്യൂട്രോണിൻ്റെ മാസ്, അതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ടോട്ടൽ ന്യൂട്രോണിൻ്റെ മാസ് കിട്ടി. ഇത് രണ്ടും കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന വാല്യൂ, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇതിവിടെ അഡീഷൻ ചെയ്യുവാണ്. ഈ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടോട്ടൽ ഹീലിയം ആറ്റത്തിൻ്റെ മാസ്. ഇപ്പോൾ ടോട്ടൽ ഹീലിയം ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, അതിൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമല്ല, ന്യൂക്ലിയസ് മാത്രമല്ല, ചുറ്റുമുള്ള ഇലക്ട്രോണുകളും ഉണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൻ്റെ മാസ് പറയുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ മാസ് ഒഴിവാക്കണം. ഈ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോണിൻ്റെ മാസും കൂടെ ഉണ്ട്. ഈ തന്നിരിക്കുന്ന M എന്ന് പറയുന്നത് ടോട്ടൽ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിൻ്റെ മാസും കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ്, എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണിൻ്റെ മാസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം ആ വാല്യൂ ഇവിടെ എടുക്കാൻ, മൈനസ് ചെയ്യുന്ന സ്ഥലത്ത് എടുക്കാൻ. അതല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനാണ് ഹൈഡ്രജൻ്റെ മാസ് എടുക്കാൻ പറഞ്ഞത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ്റെ മാസ് എടുത്താലുള്ള ഗുണം, ഈ ഇരിക്കുന്ന മാസിൽ ഇപ്പോൾ ഓൾറെഡി 2 ഇലക്ട്രോണിൻ്റെ മാസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാണത്, ഇതിനകത്ത് 2 ഇലക്ട്രോണിൻ്റെ മാസും കൂടെ ഉണ്ട്. മൈനസ് ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് 2 ഇലക്ട്രോണിൻ്റെ മാസം ഉണ്ട്. തന്നിരിക്കുന്ന ഈ വാല്യൂവിൽ 2 ഇലക്ട്രോണിൻ്റെ മാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ മാസ് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഇത് മൈനസ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ് ഒഴിവായിപ്പോയി. അപ്പോൾ തുടക്കത്തിലെ പ്രോട്ടോണിൻ്റെ മാസ് എടുക്കുന്നതിന് പകരം, ഇത് ആലോചിച്ചാൽ മതി, പ്രോട്ടോണിൻ്റെ മാസ് എടുക്കുന്നതിന് പകരം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എടുത്താൽ ഇലക്ട്രോണിൻ്റെ മാസ് ആ മൈനസ് ചെയ്യുന്ന സ്റ്റെപ്പിൽ അങ്ങ് ഒഴിവായിപ്പോക്കോളും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, ആ ഇലക്ട്രോണിൻ്റെ മാസ് ആദ്യമേ മൈനസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ MH എടുക്കുന്നത്. MP എടുക്കുന്നതിന് പകരം, മാസ് ഓഫ് പ്രോട്ടോൺ എടുക്കുന്നതിന് പകരം മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുക്കുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് അറ്റോമിക് മാസിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനാണ്. ഓട്ടോമാറ്റിക്കലി ഇത് MH എടുത്തു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോണിൻ്റെ മാസ് അങ്ങ് ഒഴിവായി പൊക്കോളും. ഐഡിയ മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് പ്ലസ് 2 ന്യൂട്രോണിൻ്റെ മാസ് മൈനസ് ടോട്ടൽ ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ ടോട്ടൽ ആറ്റത്തിൻ്റെ മാസിൽ നിന്ന് ഇവിടെ വന്ന ഇലക്ട്രോണിൻ്റെ മാസ് അങ്ങ് ഒഴിവായിപ്പോയി. പിന്നെ ആരുടെ മാസം? ഇത് ന്യൂക്ലിയസിൻ്റെ മാസ് മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇൻഡിവിജ്വലി 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേർന്നുള്ള മാസിൽ നിന്ന് ടോട്ടൽ ന്യൂക്ലിയസിൻ്റെ മാസ് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ ചെറിയ ഡിഫറൻസ് ആണ് നമ്മുടെ മാസ് ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മാസ് ഡിഫക്റ്റ് ആണ് 0.030377 യൂണിറ്റ്. ഇതാണ് ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ മാസ് ഡിഫക്റ്റ്. ഈ മാസാണ് ബൈൻഡിങ് എനർജി ആയിട്ട് മാറുന്നത്. ആ ബൈൻഡിങ് എനർജി കാണുന്ന സ്റ്റെപ്പ് അടുത്തത് നോക്കുക. നമ്മൾ ബൈൻഡിങ് എനർജി കാണുന്നത് നോക്കൂ. എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി mdc². md വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി, മാസ് ഡിഫക്റ്റിൻ്റെ വാല്യൂ. c² വാല്യൂ ഏത് കൊടുക്കാനാണ് പറഞ്ഞത്? MeV 931.5 MeV നമ്മൾ കൊടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, 28.3 MeV എന്ന് നമുക്ക് കിട്ടുന്നു. ഇത് ടോട്ടൽ ബൈൻഡിങ് എനർജി. ഇതാണ് കാണാൻ ചോദിച്ചതെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി. പക്ഷേ നമുക്ക്
ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 28.3 MeV ഡിവൈഡഡ് ബൈ എത്ര ന്യൂക്ലിയോൺ ഉണ്ട്? ഹീലിയം 4 ന്യൂക്ലിയസിൽ 4 പേരാണ് ഉള്ളത്. ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.07 MeV എന്ന് കിട്ടുന്നു. 7.07 MeV പെർ ന്യൂക്ലിയോൺ. 7.07 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടുന്നു. 4 ഓപ്ഷൻ തരുന്നതിൽ ഇതുണ്ടാവും. അപ്പോൾ ഇതറിയണമെങ്കിൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം? ഒന്ന്, മാസ് ഡിഫക്റ്റ് എന്താ, ബൈൻഡിങ് എനർജി എന്താ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എങ്ങനെ കാണണം, ഇത്രയും മെത്തേഡ് മൊത്തം പഠിക്കണം. പിന്നെയോ പ്രോട്ടോണിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ മാസ്, ന്യൂട്രോണിൻ്റെ മാസ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. ഓക്കെ, ഹീലിയത്തിൻ്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഏതാ ഹീലിയം അല്ല, ഇനി വേറൊരു എലമെൻറ്റ് ചോദിച്ചാൽ, വേറൊരു ഐസോട്ടോപ്പ് ചോദിച്ചാൽ അതിൻ്റെ മാസ് തന്നിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ മിനിമം വേണ്ട ആളുകൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും ഹൈഡ്രജൻ്റെയും മാസ് AMUവിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമ്മളിവിടെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് നമ്മുടെ ഈ ഒരു സിലബസിൽ, ന്യൂക്ലിയർ ഫിസിക്സ് സിലബസിൽ വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതേപോലെയുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ വേറെ ഏത് ടോപ്പിക്കാണ് ഇതേപോലെ ഈ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, എൻട്രിയിൽ HSST ഫിസിക്സ്, HSST കെമിസ്ട്രി തുടങ്ങിയ HSSTയിലെ എല്ലാ കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിലോ നമ്പറിലോ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. See you again. Thank you very much. Signing off this time on behalf of Entry. Thank you very much.